നമസ്കാരം ഗൈസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ കുറിച്ചാണ്. സഞ്ജു സാംസണെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് നല്ല രീതിയിൽ കളിച്ച് അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് ഇടയിൽ തീർന്നു. മക്കളുടെ ആഗ്രഹത്തിന് വേണ്ടി ആ പിതാവ് വളരെയേറെ ത്യാഗം സഹിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്ത് ക്രിക്കറ്റിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. നമുക്കറിയാം, പൊതുവേ സൗത്ത് ഇന്ത്യൻസിനോട് നോർത്ത് ഇന്ത്യൻസിനൊരു പുച്ഛമാണ്. നമുക്ക് ശ്രീശാന്തിൻ്റെയൊക്കെ അവസ്ഥ അറിയാവുന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു സൗത്ത് ഇന്ത്യൻ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ തന്നെ കളിയാക്കിയ ആളുകളുടെ മുമ്പിൽ T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ സെമി ഫൈനലിലേക്കും അതുപോലെ തന്നെ ഫൈനലിലേക്കും നയിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചതിൽ ഇന്ത്യ മൊത്തം എല്ലാ ജനങ്ങളും ഒരു വലിയ സംസാര വിഷയമാക്കി സഞ്ജു സാംസണെ മാറ്റിയിരിക്കുകയാണ്. സഞ്ജു സാംസൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ എളിമയും ഒക്കെ നമ്മളെല്ലാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. യാതൊരു ജാടയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയായിരുന്നു ലേഡി ക്രിക്കറ്റ് താരം ജമീമയും. 2020 ക്രിക്കറ്റിൽ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വിജയം നേടുന്നതിൽ ഏറ്റവും നല്ല പങ്കുവഹിച്ച ലേഡി ക്രിക്കറ്റ് താരം. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പം നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു രംഗത്ത് ഇപ്പോൾ അവർ വർക്ക് ചെയ്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ്. ആ ക്രിക്കറ്റ് കളിക്കുന്നതിൽ വളരെയേറെ തടസ്സങ്ങൾ, വളരെയേറെ പ്രതികൂലങ്ങൾ അവരുടെ ഫീൽഡിൽ അവർക്കുണ്ടായി. അതിനെല്ലാം തരണം ചെയ്ത് പടിപടിയായി അവർ ഉയർന്ന് അവർ ഇന്ന് വലിയ താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. നമ്മൾ ഈ പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതവും, നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതവും ഇതുപോലൊക്കെ തന്നെയാണ്. കുശവൻ്റെ കയ്യിലെ ഒരു കളിമണ്ണ് പോലെയാണ് നമ്മുടെയൊക്കെ ഓരോ വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത്. അവിടെ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ മനസ്സുമടുത്ത് പരാജയപ്പെട്ട് അല്ലെങ്കിൽ പിന്നോട്ട് പോയി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിൽ ഫെയിലറായി പോകുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒറ്റയടിക്ക് വിജയമല്ല. മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, അവരുടെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ സ്ട്രഗിളായിരുന്നു. ആ സ്ട്രഗിളിനെ അവർ തരണം ചെയ്ത് അവർ പടിപടിയായി കയറി വന്നതുകൊണ്ടാണ് ഇന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ താരങ്ങളായി മാറിയത്. അതുപോലെയാണ് സഞ്ജു സാംസൺ, ജമീമ, മറ്റ് ക്രിക്കറ്റ് താരങ്ങളൊക്കെ. ഇവരുടെയൊക്കെ ആ ഒരു കരിയറിലുണ്ടായ തടസ്സങ്ങളെ അവർ തരണം ചെയ്ത് കയറി. അതായത് കുശവൻ്റെ കയ്യിലൊരു കളിമണ്ണായിട്ടിരിക്കും, വെറും ഒരു രൂപമില്ലാത്തൊരു കളിമണ്ണാണ് എന്നറിയാവുന്ന കുശവൻ്റെ കയ്യിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരികെയും മറിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം അതിനെ ഓരോ രീതിയിൽ ഓരോ പാത്രങ്ങളാക്കി മാറ്റി. ആ പാത്രങ്ങൾ കാണാൻ മനോഹരമുള്ള പാത്രങ്ങളായി മാറി, പലർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പാത്രങ്ങളായി മാറി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളും. നമ്മളായിരിക്കുന്ന കരിയറിൽ പ്രശ്നങ്ങൾ വരും, നമ്മുടെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ചെയ്തു വരുമ്പം സ്വാഭാവികമായിട്ടും അതിനെ അത് നല്ലതാണ്, മനസ്സിൽ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പൂർണ്ണമായിട്ടും കുറ്റം പറയും, ഇവനിതിനൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മവിശ്വാസം നശിപ്പിച്ച് കളയുന്ന രീതിയിൽ സംസാരിക്കുകയും ഇടപഴകുകയും നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതിനെല്ലാം തരണം ചെയ്ത് ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ മാറ്റി നിർത്തി നമ്മുടെ ആത്മവിശ്വാസത്തെ നമ്മൾ എന്ന് നല്ല രീതിയിൽ വളർത്തുന്നു, നമ്മളെ മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് പടിപടിയായി സ്റ്റെപ്പ് വെക്കുന്നു, എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിലൊരു വിജയം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സഞ്ജു സാംസണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് മനസ്സ് മടിച്ച് അദ്ദേഹം പിന്നോട്ട് പോയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്നിങ്ങനെ ഒരു സ്ഥാനത്ത് ആയിത്തീരുവാൻ സാധിക്കത്തില്ലായിരുന്നു. ലേഡി ക്രിക്കറ്റ് താരം ജമീമ ആയിക്കോട്ടെ, ഒത്തിരി പ്രശ്നങ്ങൾ പല മാച്ചുകളിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തിയതാണ്. അവരുടെ ഫാദർ ഒരു കോച്ചായിരുന്നു, ക്രിക്കറ്റ് കോച്ചായിരുന്നു. പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ഫാമിലിയായിരുന്നു അവർ. ക്രിക്കറ്റിൽ നിന്ന് അവളെ പല പ്രാവശ്യം മാറ്റി നിർത്തിയിട്ടും അവിടെ പിടിച്ചു നിന്നു. മനസ്സുമെടുത്ത് അവർ മാനസികമായി വളരെ തകർന്നു പോയെന്നാണ് അവർ പല ഇൻ്റർവ്യൂവിലും കേട്ടത്. എന്നിട്ട് അവരവിടെ നിന്ന് കയറി വന്നിട്ടാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി വലിയൊരു മത്സരം വിജയിച്ചത്. അപ്പം ഈ ഒരു സാഹചര്യത്തെ
നമ്മുടെയൊക്കെ ഓരോ വ്യക്തികളുടെയും ജീവിതവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു മത്സരം എല്ലാ കാലങ്ങളിലും എല്ലാ മനുഷ്യരിലും, അത് ഏത് മേഖലകളിലും, ചെറിയ തൊഴിലായിക്കോട്ടെ വലിയ തൊഴിലായിക്കോട്ടെ, കലാകാരനായിക്കോട്ടെ കലാകാരി ആയിക്കോട്ടെ, ആത്മീയ ഫീൽഡിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഈ ഒരു കോമ്പറ്റീഷനുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ മനസ്സ് മടിച്ച് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മളെ സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പോസിറ്റീവായിട്ടുള്ള ജീവിത വിജയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ നമ്പർ 1 ആകാൻ ഓരോ പരാജയത്തിലും നമ്മൾ പഠിക്കേണ്ടത് ഓരോ പാഠമാണ്. എന്നിട്ട് അതിൽ നിന്ന് തിരുത്തുകൾ വരുത്തിക്കൊണ്ട് നല്ലൊരു കരിയർ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ സഞ്ജു സാംസണിൻ്റെ ജീവിതത്തിലെ വിജയം ജസ്റ്റ് നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ചെറിയൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. കാണാം അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ ബൈ.